പല ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയമാണ് ഈ വെണ്ണിക്കുളം പാർക്കിൽ വെച്ച് സംഗീത ശുശ്രൂഷയും അതോടൊപ്പം സുവിശേഷ പ്രഭാഷണവും നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. വെണ്ണിക്കുളം ബ്രദറൻ ചർച്ചിൻ്റെ ചുമതലയിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്നത്. എന്നാൽ അനവധി ദൈവദാസന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോട് പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. സുപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകനായിരിക്കുന്ന ജോൺ പി തോമസ് അവറുകൾ കൊച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ഇനി നമ്മൾ സമയം താമസിപ്പിക്കാതെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചകൾക്കൊക്കെ മുമ്പിൽ ശക്തമായ മഴയും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിനെല്ലാ നന്ദിയും അറിയിക്കുകയാണ്. കർത്താവ് ചെയ്യുന്ന നന്മകളെ ഓർത്ത് നമുക്കെപ്പോഴും നന്ദിയുള്ളവരായി മുന്നോട്ട് പോകുവാൻ ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ മഹത്വവും അത്യുന്നതനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നമുക്ക് കേൾക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുകയാണ്. പ്രിയ സഹോദരനെ കർത്തൃദാസൻ ജോൺ പി തോമസ് അവറുകളെ ഈ പ്രഭാഷണത്തിന് വേണ്ടി ഹാർദവമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേൾപ്പാൻ കടന്നു വന്നിരിക്കുന്ന മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വെണ്ണിക്കുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒരു ഓപ്പൺ ഒരു സ്റ്റേജും അതിൻ്റെ ചുറ്റും ഒരു സ്റ്റേഡിയം പോലെ കൂടി വരാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലവും ഇവിടുത്തെ പഞ്ചായത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ട് വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്റ്റേജും പരിസരവും എനിക്ക് പുതിയ ഒരു അനുഭവമല്ല. ഞാനിതിനു മുമ്പ് ഇവിടെ നിന്നുകൊണ്ട് 2 പ്രാവശ്യമെങ്കിലും കർത്താവിൻ്റെ വചനം ഈ ദേശവാസികളോട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വചനം പ്രത്യേകിച്ച് ആനുകാലിക സംഭവങ്ങളെ വിലയിരുത്തി പറയുവാൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം തന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റും. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ നിനക്കെല്ലാം മഹത്വം ഉണ്ടാകണം. ഇവിടെ എന്നെക്കുറിച്ച് ചില നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ഞാൻ അതിന് നന്ദിയുണ്ട്. എന്നാൽ അതിനൊന്നും ഞാൻ അർഹനല്ല. ഞാനായിരിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രം. 1974 രക്ഷിക്കപ്പെട്ടു. ഞാൻ അതിനു മുമ്പ് ഈ ബൈബിളും അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യമില്ലാതെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്തും മറ്റും ജീവിച്ചൊരു വ്യക്തിയാണ്. 1974 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഒരു ദൈവദാസൻ എന്നോട് വ്യക്തിപരമായി ഇടപെട്ടതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. അന്ന് വരെ എനിക്കുണ്ടായിരുന്ന അഭിലാഷങ്ങൾ മാറുന്നു, എൻ്റെ ലക്ഷ്യങ്ങൾക്ക് മാറ്റം വരുന്നു. ഒരു പുതിയ ആഗ്രഹവും ആശയവും എന്നെ മനസ്സിൽ അങ്കുരിച്ചു. ഞാൻ 1974 വിശുദ്ധ വേദപുസ്തകം പഠിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതിനു മുമ്പ്, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബൈബിള് ഒരാവർത്തി ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊന്നും ഗ്രഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ 74 രക്ഷിക്കപ്പെട്ട ശേഷം ഈ വിശുദ്ധ ഗ്രന്ഥം വളരെ വിലപ്പെട്ട അമൂല്യമായ ഒരു നിധിയായി എനിക്ക് തീർന്നു. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, അല്പസമയം കൂടെ തരണേ. ദൈവത്തിനറിയാം ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അല്പകാലം കൂടെ തരണേ, മറ്റൊന്നും കൊണ്ടല്ലേ.
ഈ ദൈവജനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ച് തീർന്നിട്ടില്ല. ഇത് മറ്റുള്ളവരോട് പങ്കുവെച്ചും തീർന്നിട്ടില്ല. അതിൻ്റെ ആഗ്രഹം കൊണ്ട് ദൈവത്തോട് പറയാറുണ്ട്, അല്പകാലം കൂടെ. എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഈ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും പ്രാരംഭമായി ഞാൻ അറിയിക്കട്ടെ. കഴിഞ്ഞ 50 വർഷമായി ദൈവജനത്തിലെ പ്രവചനങ്ങളിൽ തൽപരനായി മാറി. ആരംഭ കാലഘട്ടത്തിൽ ഒന്നും എനിക്ക് അധികം ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്തുകൊണ്ടോ വലിയൊരു ആവേശവും താല്പര്യവും ഈ വിഷയം പഠിക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവഹിതമായിരുന്നു ഈ പ്രവചനങ്ങൾ ശ്രദ്ധിക്കാൻ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വചനം അറിയിപ്പാനും പ്രിയപ്പെട്ടവർ ഓർപ്പിച്ച പോലെ ഞാനല്ല ഒന്നും മീഡിയയിൽ ഇടുന്നത്. സഹോദരന്മാർ റെക്കോർഡ് ചെയ്ത് മീഡിയയിൽ ഇടുന്നത് കൊണ്ട് ലക്ഷോപലക്ഷം ആളുകൾ, ഈ അടുത്ത സമയത്തുള്ള ചില മെസ്സേജുകളൊക്കെ ലക്ഷങ്ങൾ, 2 ലക്ഷം 2.5 ലക്ഷം ആളുകളൊക്കെ ഓരോ പ്രസംഗങ്ങളും കേൾപ്പാൻ ഇടയായി മാറുന്നു. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു, മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, നാളെ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ലോകമൊരു അസ്വസ്ഥത അനുഭവിക്കുന്നു. ആകമാനം യുദ്ധങ്ങളും കലാപങ്ങളും വൈഷമ്യങ്ങളും ഏറി വരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, റഷ്യ ഉക്രൈനെ ആക്രമിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. അവസാനിച്ചിട്ടില്ല. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇസ്രയേലും ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. എങ്ങും ചെന്ന് അവസാനിക്കുന്ന ലക്ഷണമില്ല. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെ അതിശക്തമായി ആക്രമിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ വർത്തമാന മാധ്യമങ്ങളിലും മീഡിയകളിലും നമ്മൾ ശ്രദ്ധിച്ചു, ഇസ്രയേൽ ഇപ്പോൾ യമനിൽ ബോംബിങ് നടത്തുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ രാജ്യത്തിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ഒന്നൊന്നായി അവർ ബോംബ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിക്കുക, ഇതിൻ്റെയൊക്കെ മറുപടി എന്താണ്? പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ ഈ വിഷയം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഫോൺ കോൾ വരാറുണ്ട്. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്ത സമയങ്ങളിൽ എന്നോട് ചോദിച്ചു, റഷ്യ ഇപ്പോൾ 3ാം ലോകമഹായുദ്ധത്തിലേക്ക് ഏർപ്പെടുമോ? 3ാം ലോകമഹായുദ്ധം ഇപ്പോൾ ആരംഭിക്കുമോ? 3ാം ലോകമഹായുദ്ധത്തിൽ അതിന്റെ ആരംഭമാണോ ഇത് അതിലേക്ക് കലാശിക്കുമോ? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമോ? വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഏത് നിമിഷവും റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കത്തക്കവണ്ണം ഒരു ന്യൂക്ലിയർ ആയുധം എടുത്ത് ലോകം ഒരു വിപത്തിലേക്ക് നീങ്ങത്തക്കവണ്ണം കാര്യങ്ങൾ നീങ്ങുന്നത് റഷ്യയുടെ പ്രസ്താവനയിലൂടെ ലോകം ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ മറുപടി കൊടുത്തു, നടക്കില്ല, സംഭവിക്കില്ല, റഷ്യ ഇപ്പോൾ ആക്രമിക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തീർത്തു പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന്റെ കാരണം, സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. റഷ്യ എന്ത് ആക്രമിക്കും എന്ന് ബൈബിളിലുണ്ട്. റഷ്യ ആക്രമിക്കും. എന്നാൽ എന്ന് ആക്രമിക്കും? അവരോടുകൂടെ ഏതെല്ലാം രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആക്രമിക്കും. എന്നാൽ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ജീവിതത്തിൽ ദൈവവചനത്തെ സശ്രദ്ധയോടുകൂടെ പരിശോധിച്ച് ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് വാസ്തവത്തിൽ അതിനുവേണ്ടിയുള്ള കാലഘട്ടമാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ നാളുകൾ. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിൻ്റെ കാലഘട്ടമായി കഴിഞ്ഞു. യാതൊരു തർക്കവുമില്ല. ഏത് സമയവും തൻ്റെ ജനത്തെ തന്നെ സന്നിധി ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരും എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. എന്നെ പ്രിയപ്പെട്ടവരെ, ആഗോളമായി ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഭക്തരായ ആത്മീകരായ ദൈവജനത്തിന്റെ ഉള്ളിലൊരു ഒരു 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 മന്ദീഭാവം അല്ലെങ്കിൽ ഒരു മന്ദ സ്വരം അവരെ ഓർപ്പിക്കുന്നു. കർത്താവ് വരാറായി. അവരുടെ നാവ് കൊണ്ട് അവരെ ഉച്ചരിക്കുന്നു. യേശുക്രിസ്തു വരാറായി. ഈ ആത്മീകരായ സഹോദരന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു സ്ഥലത്തല്ല, ആഗോളമായി ആളുകൾ സംസാരിക്കുന്നു. യേശുക്രിസ്തു വരാറായി എന്നവർ പറയുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും വസിക്കുന്ന ഒരേ ആത്മാവാണ്.
ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ദൈവപുത്രൻ വരാറായി എന്നുള്ളത്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തുപോയി, നമ്മുടെ കർത്താവിന്റെ ഒന്നാം വരവ്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒന്നാമത് കടന്നു വന്നപ്പോൾ ഇസ്രയേലിൽ ജീവിച്ചിരുന്ന മതഭക്തരായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ആ മതഭക്തരായ ആളുകളുടെ മനസ്സിൽ അവർക്ക് പ്രേരണയുണ്ടായി. അവർ കാത്തിരിക്കുന്ന മശിഹ ഏത് സമയവും വരുമെന്ന് അവരുടെ മനസ്സിൽ പ്രേരണയുണ്ടായി. അവരിൽ പലരും അവരുടെ വസ്തുവകളെല്ലാം വിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ചാവുകടലിന്റെ തീരത്ത് പാറകൾ കൊണ്ട് നിറഞ്ഞ വെറും കടലിന്റെ ആ തീരപ്രദേശങ്ങളിൽ അവർ പോയി പാർത്തു. അവിടെ പാർത്തുകൊണ്ട് മശിഹയുടെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് തിരുവെഴുത്തുകളെ പകർത്തി എഴുതി. അവർ എഴുതിയ എഴുത്തുകളാണ് 47 കുംബ്രാൻ കേവ്സിൽ നിന്ന് കണ്ടെടുത്ത യെശയ്യാ പ്രവാചകന്റെയും മറ്റും ചുരുളുകൾ. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ കർത്താവിന്റെ ഒന്നാം വരവിന് മുമ്പ് അനേക ഭക്തരുടെ ഹൃദയത്തിൽ ഇസ്രയേലിൽ പാർത്തിരുന്ന യഹൂദ വിശുദ്ധന്മാരുടെ മനസ്സിൽ അവരുടെ മശിഹ വരാറായി എന്ന് ഒരു 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 ഓർമ്മപ്പെടുത്തൽ ആത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്തു. ഈ കർത്താവിന്റെ രണ്ടാം വരവ് സമീപിച്ചിരിക്കുന്ന നാളുകളിൽ ഇതുപോലെ ഭക്തരായ മനുഷ്യരുടെ ഉള്ളിൽ ദൈവം പ്രേരണ കൊടുക്കുകയാണ്. ആമോസിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ യഹോവയായ ദൈവം ഒരു കാര്യവും ചെയ്യില്ല. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ഭക്തന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിൽ നമുക്കത് വെളിപ്പെടും. നമ്മുടെ കർത്താവ് വരാറായെന്ന് ലോകമാകോളമുള്ള ദൈവജനം പറയുന്നതിന്റെ കാരണം അവൻ വരാറായി എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, നനച്ചിരിക്കാത്ത നാഴികയിൽ അവൻ വരും. ഇന്ന് ക്രിസ്മസിനോട് അടുത്ത ദിവസമാണ്. നമുക്കറിയാം, ക്രിസ്മസ് കർത്താവിന്റെ ഒന്നാം വരവ് അല്ലെങ്കിൽ അവന്റെ ജന്മത്തെ ആഘോഷിക്കുന്ന ഒരു നാളാണ്. എന്നാൽ അതുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 300 പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ടാണ് കർത്താവിന്റെ ഒന്നാം വരവ്. അവൻ ബേത്ലഹേമിൽ ജനിക്കും, അവൻ കാൽവറി ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെടും, അവൻ ഇങ്ങനെ മരിക്കും, അവൻ അടക്കപ്പെടും, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ 300 പ്രവചനങ്ങളെങ്കിലും കർത്താവിന്റെ ഒന്നാം വരവിനുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയത് നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ ഒന്നാം വരവിൽ പറഞ്ഞിരുന്ന 300 പ്രവചനങ്ങളെങ്കിലും ഒന്നാം വരവിൽ നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 100 കണക്കിന് അതിന്റെ ഇരട്ടിയിൽ ഇരട്ടി പ്രവചനങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റും നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ലോകം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ലോക സംഭവങ്ങൾ, ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇന്ന് കാണുന്ന മധ്യപൂർവദേശത്തിലെ സങ്കീർണമായ യുദ്ധങ്ങളും പ്രയാസങ്ങളും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് നടക്കേണ്ട സംഭവങ്ങളാണ്. അത് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയ പോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് എനിക്ക് ആമുഖമായി പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഞാനത് പറയാതെ വിടുകയാണ്. എന്നാൽ ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. ആ വാക്യത്തെ ആസ്പദമാക്കി ദൈവം തരുന്ന പ്രേരണക്കനുസരിച്ച് ഞാൻ പ്രസംഗിച്ചു കൊള്ളാം. ഞാൻ വായിക്കാൻ പോകുന്ന തിരുവചനം എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകനെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം അറിയാം, ദാനിയേൽ പ്രവാചകനെ ബാബിലോൺ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. നെബൂഖദ്നേസർ രാജാവ് ഏതാണ്ട് ക്രിസ്തുവിന് 600 വർഷം മുമ്പ് നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ പലരും മനസ്സിലാക്കിയിട്ടില്ല, ദാനിയേലിന്റെ സമകാലീനനായി ബാബിലോണിൽ ജീവിച്ച വേറെ ഒരു പ്രവാചകനാണ് എസെക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ. താൻ പ്രവചിച്ച പ്രവചനങ്ങൾ ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനങ്ങളാണ് എഴുതി നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഈ എസെക്കിയേൽ പ്രവചനത്തിലെ പ്രവചനങ്ങൾ ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്
ഞങ്ങളെ കേൾക്കുന്ന സഹൃദയരായ അല്ലെങ്കിൽ പ്രബുദ്ധരായ ഈ നാട്ടുകാരോട്, ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരോട് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. 2600 വർഷം മുമ്പ്, ക്രിസ്തുവിന് 600 വർഷം മുമ്പ്, ക്രിസ്തു വന്നിട്ട് 2000 വർഷമായി. കൃത്യം ഏതാണ്ട് 2600 വർഷം മുമ്പ് പ്രവാചകനായ എസെക്കിയേലിലൂടെ രേഖപ്പെടുത്തിയ പ്രവചനങ്ങളാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. വാസ്തവത്തിൽ നമുക്ക് ലഭിച്ച പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ അതിലെല്ലാം ഒന്നും പരിശോധിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. നിങ്ങൾക്കത് അറിയണം, പഠിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളതിന് തയ്യാറാണ്. സമയങ്ങൾ ബുദ്ധിമുട്ടിയാലും വേർതിരിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പരസ്യമായി അറിയിക്കുകയാണ്. എന്നാൽ ഇതിൽ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമോ? റഷ്യയെക്കുറിച്ച് ഈ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ കാരണം? എസെക്കിയേൽ പ്രവചിക്കുന്ന കാലത്ത് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിൽ അപ്രസക്തമാണ്. യാതൊരു പുരോഗമനവുമില്ലാത്ത അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ കിരാതന്മാരായ ഒരു കൂട്ടം ആളുകൾ. നമുക്കറിയാം, ഏതാണ്ട് 1900 വർഷങ്ങളിൽ അവിടെ ഭരിച്ചിരുന്നത് നമുക്കറിയാം സാർ ചക്രവർത്തിമാരാണ്. അവരുടെ കീഴിൽ കിരാതന്മാരായി യാതൊരു പുരോഗമനമില്ലാതെ കിടന്ന ഒരു രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ റഷ്യ ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി മാറി. ലോകത്തിന് പേടിയാണ് റഷ്യയെ കുറിച്ച്. എന്താ കാരണം? അതുപോലെ സൈനിക ശക്തിയായി അവര് ഇന്നവരുടെ കരങ്ങളിൽ 7000 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഓർത്തു നോക്കുക, 7000 ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരു രാജ്യം. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും. നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ പോകുമ്പോൾ സാറ്റലൈറ്റിലെടുത്ത ചില ചിത്രങ്ങൾ, അതായത് ആകാശത്ത് നിന്നെടുത്ത ചിത്രങ്ങൾ മലയാള മനോരമയിൽ വന്നു. ഞാനത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. നിങ്ങൾ കണ്ടു കാണും, റഷ്യയുടെ സൈന്യങ്ങൾ മൂവ് ചെയ്യുന്നു, അവരുടെ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നു, ഉക്രൈനിലോട്ട് പോവുകയാണ്. ഏതാണ്ട് 35-40 കിലോമീറ്റർ നീളമുണ്ട് അവരുടെ സൈന്യ വ്യൂഹം. അവരുടെ സൈന്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ഒരു ചെറിയ ഭാഗമാണ് ഉക്രൈനെ ആക്രമിക്കാൻ പോയത്. അത് തന്നെ 35-40 കിലോമീറ്റർ നീളത്തിലാണ് അവരുടെ സൈന്യവ്യൂഹം. അത് സാറ്റലൈറ്റ് പിക്ചർ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാര്യം ഓർക്കണം, എസെക്കിയേൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യം അപ്രസക്തമാണ്. അവര് ലോകത്തിൽ ആരുമല്ല. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, 1905 റൂസോ ജപ്പാൻ വാർ. ജപ്പാൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം റഷ്യയെ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തെ കുറിച്ച് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. റൂസോ ജപ്പാൻ വാർ. അങ്ങനെ ആ പരാജിതരായി തീർന്ന റഷ്യ, യാതൊരു പുരോഗമനവും കാണാതെ കിടന്ന റഷ്യ, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തി ദൈവപുത്രൻ മടങ്ങി വരുന്നതിന് മുമ്പ്, കാലം അതിന്റെ അന്ത്യത്തിന്റെ മണി മുഴക്കുന്നതിന് മുമ്പ് ഇവരൊരു മഹാസൈന്യമായി തീരും. ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി മാറും. ഭയങ്കരമായ യുദ്ധം അവർ ലോകത്തിൽ നടത്തും. എങ്ങനെ സാധിച്ചു? എങ്ങനെ ഇത് സംഭവിച്ചു? പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കട്ടെ, 1917 അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിന്റെ പേരാണ് റഷ്യൻ റവല്യൂഷൻ. ഞങ്ങളെ കേൾക്കുന്ന ഈ നാട്ടുകാരോട്, സഹൃദരായ നാട്ടുകാരോട് ചോദിക്കട്ടെ, ഈ വേദപുസ്തകത്തിന്റെ പേജുകൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കുക. 2600 വർഷം മുമ്പ് സ്വർഗത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തി ലോക ചരിത്രത്തിൽ ആരുമല്ലാതെ കിടക്കുന്ന റഷ്യ അന്ത്യകാലത്ത് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു മഹാസൈന്യമായി മാറും. റഷ്യയാണെന്ന് എങ്ങനെ അറിയാം? അറിയാൻ പല മാർഗങ്ങളുണ്ട്. ചിലര്
സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്നു. ഈ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഇയാള് റഷ്യയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് ചിലരെങ്കിലും, എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും കാണും. നിങ്ങളോട് ഒരു മറുപടി ഞാൻ പറയാം. റഷ്യയാണെന്നുള്ളത് തെളിയിക്കാൻ ഒരു കാര്യം ഞാൻ തെളിയിച്ചിട്ട് ഞാൻ വിഷയത്തിൽ കടന്നുകൊള്ളാം. നമ്മൾ ഓർക്കണം, ലോകത്തിന്റെ കേന്ദ്രം ഇസ്രയേൽ രാഷ്ട്രമാണ്. അതെവിടെ മനസ്സിലാകും? നോക്കുക, ഇവിടെ യെസെക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനം, ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം. ഇസ്രയേൽ രാഷ്ട്രത്തെ കുറിച്ച് പറയുകയാണ്, ഭൂമിയുടെ മധ്യേ. യെസെക്കേൽ 5:5 ഭൂമിയുടെ മധ്യേ. യെശയ്യാവ് 19:24 ഭൂമിയുടെ മധ്യേ. ലോക രാഷ്ട്രങ്ങളുടെ മധ്യഭാഗം ഇസ്രായേൽ രാഷ്ട്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ മധ്യഭാഗം കിട്ടിയാൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റഷ്യയാണെന്ന് തെളിയിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. ഇവരെ കുറിച്ചുള്ള വർണ്ണന പറഞ്ഞ ശേഷം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയാണ്. 38-ന്റെ 15-ാമത്തെ വാക്യം, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ മഹാസമൂഹം, മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. I will bring you from the uttermost north. ഏറ്റവും വടക്കുള്ള അറ്റം. ഭൂമിയുടെ മധ്യം ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ വടക്ക് ഭാഗത്ത് മറ്റ് രാജ്യങ്ങളുണ്ട്. സിറിയ, തുർക്കി മുതലായ രാജ്യങ്ങളുണ്ട്. എന്നാൽ ദൈവം വെളിപ്പെടുത്തി നോക്കുക, ഏറ്റവും വടക്കേ അറ്റം, അട്ടർമോസ്റ്റ് നോർത്ത്, ഏറ്റവും വടക്ക് കിടക്കുന്ന രാജ്യം റഷ്യയാണ്. അതിന്റെ അപ്പുറത്ത് കടലാണ്, വേറെ രാജ്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ ശക്തമായി പറയട്ടെ, ഇവിടെ ഈ രാജ്യത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ ഇസ്രയേലിന്റെ ഏറ്റവും വടക്ക് കിടക്കുന്നത് റഷ്യയാണ്. കാലത്തിന്റെ അന്ത്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തി, ഒരു മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് വരും. 1917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായി, ബോൾഷിക് റവല്യൂഷൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. നമ്മുടെ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. നമ്മളൊരു പാർട്ടിയുടെ അനുകൂലമോ പ്രതികൂലമോ അല്ല, നമുക്കൊരു പാർട്ടിയുമില്ല. എന്നാൽ ദൈവവചനത്തിൽ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ വെളിപ്പെടുത്തുക മാത്രമാണ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഈ വേദപുസ്തകത്തിൽ റഷ്യയെ കുറിച്ച് മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, വളരെയധികം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാവി എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്തിന്റെ അന്ത്യത്തിൽ ഒന്നുമില്ലാതെ കിടന്ന ഈ റഷ്യ മഹാസൈന്യമായിരിക്കും. മഹാസൈന്യം മാത്രമല്ല, ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ 16-ാം വാക്യം, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ വരും. നമ്മൾ കണ്ടു, ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിക്കുമ്പോൾ ഏതാണ്ട് 120 യുദ്ധവിമാനങ്ങൾ. കേൾക്കുമ്പോൾ അത് രസമാണ്. ഒരിക്കൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ദിനചര്യകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഉലുക്കം പോലെ എന്തോ ഒരു വലിയ പ്രകമ്പനം ശബ്ദം കേട്ടു. ചാടി ഞാൻ വെളിയിലിറങ്ങി. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സംഭവിച്ചത് പിന്നെ മനസ്സിലായി, 2 യുദ്ധവിമാനങ്ങൾ താണ് പറക്കുകയായിരുന്നു. 2 യുദ്ധവിമാനം താണ് പറന്നപ്പോൾ ഭൂമി പ്രകമ്പനം കൊണ്ടുപോലെയായി. ഞാൻ ചോദിച്ചോട്ടെ, 2 യുദ്ധവിമാനം പറന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന്റെ 120 യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മുകളിൽ ഒരു മേഘം പോലെ കവർ ചെയ്തപ്പോൾ അതിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇതുപോലെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, റഷ്യ. ഇവിടെ രേഖപ്പെടുത്തി, അവർ മേഘം പോലെ കയറി വരും. 1917 വരെ ഒന്നുമില്ലാതെ കിടന്ന രാജ്യം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യമായി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ എയർഫോഴ്സായി മാറി. തീർന്നില്ല,
ദാനിയേൽ 11:40 അവിടെ രേഖപ്പെടുത്തി, വളരെ കപ്പലുകളോടുകൂടെ നീ വരും. നേവൽ ഫോഴ്സാണ്. എനിക്ക് ആ ഭാഗം മാത്രം വിശദീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല. ഇവിടെ രേഖപ്പെടുത്തി, റഷ്യ മഹാസൈന്യമാകും, കാലാൾ പട, റഷ്യ മേഘം പോലെ കയറി വരും, അവരുടെ എയർഫോഴ്സ്. ദാനിയേൽ 11:40 ഒരുപാട് കപ്പലുകളോടുകൂടെ വരും, അവരുടെ നേവൽ ഫോഴ്സ്. ഈ പറഞ്ഞത് നിവർത്തിക്കുവാൻ ദൈവവചനത്തിൽ പറഞ്ഞ പോലെ വടക്കേ അറ്റത്തൊരു രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. 1914 വിപ്ലവത്തിന്റെ ശേഷം അവരുടെ ധനം മുഴുവൻ അമേരിക്ക വെല്ലുവിളിച്ചുകൊണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സൈന്യത്തെ കെട്ടിപ്പടുത്തുവാൻ അവരുടെ പണം ഉപയോഗിച്ചു. അങ്ങനെ വലിയൊരു സൈന്യമായി മാറി. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരുവന് അല്പം മുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഒരു കൂട്ടം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് രാജ്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിക്കുക. ദൈവം ഇത് 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതാണ്. റഷ്യയോട് പറഞ്ഞു, നീ അവരുടെ ലീഡറായി ഇവരെ നയിക്കണം, ഇസ്രായേലിനെ ആക്രമിക്കാൻ നീ അവരുടെ ലീഡറാകണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കാമുണ്ടോ എന്ന് നോക്കാട്ടെ. ആ എസെക്കിയേൽ 38 അതിന്റെ 5 തൊട്ടുള്ള വാക്യം, പാർസികൾ, കൂശ്യർ, ഭൂത്യർ, ഗോമർ, അവന്റെ പടക്കൂട്ടങ്ങൾ, വടക്കേറ്റത്തുള്ള തോഗർമഗൃഹം. 7-ാം വാക്യം, നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുക്കിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. യു ബി എ ലീഡർ ഫോർ ദം. ഒരു കാര്യം പ്രത്യേകം ഓർത്തേ, ദൈവത്തിന്റെ വചനം എത്ര കൃത്യതയുള്ളതാണ്, എത്ര സത്യമാണ്. എന്നെ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതല്ല ഇത്. ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മേധാവി ആരാണ്? ഇവിടെ 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി, നീ അവർക്ക് മേധാവിയാകണം. യു ബി എ ലീഡർ ഫോർ ദം. ആർക്ക് ലീഡർ ആകണം? ആർക്കാ ലീഡറാകേണ്ടത്? നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആരാണ് റഷ്യയുടെ അടുക്കൽ കൂടിയിരിക്കുന്ന ആളുകൾ? ഇവിടെ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങളൊന്ന് അപഗ്രഥിച്ച്, എന്നെ പ്രിയപ്പെട്ടവരെ, കണ്ണുകളൊന്ന് തുറന്നേ, നമ്മൾ വന്നെത്തിയ കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തിക്ക്. ഈ റഷ്യ നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന രാജ്യം ഏതാണ്? പാർസികൾ. റഷ്യ നേതൃത്വം കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ആദ്യത്തെ രാജ്യം പാർസികൾ, പേർഷ്യൻസ്. ഞാൻ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം മുഴുവൻ തീർന്നു പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പാർസി രാജ്യത്തിന്റെ പ്രഭു, പാർസി രാജ്യം കോരശ് ഭരിക്കുന്നു, സൈറസ് ഭരിക്കുന്ന കാലഘട്ടം. അതിന്റെ പിറകിൽ ഒരു വലിയ ആത്മാവുണ്ട്, ദുഷ്ടാത്മാവ്. പാർസി രാജ്യത്തിന്റെ പ്രഭു, ആ രാജ്യത്തിന്റെ പ്രഭു ഗബ്രിയേലിനെ പോലും തടസ്സപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനായ ഒരു ദുഷ്ട ഒരു ആത്മാവ് അവിടെ നിൽക്കട്ടെ. ആ 10-ാം അധ്യായത്തിൽ ദാനിയേൽ 10 ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ പ്രിയപ്പെട്ടവരെ, ഈ പേർഷ്യ നമ്മൾ ഓർക്കണം. ഇറാൻ, പേർഷ്യ എന്ന് പറയുന്നത് ആധുനിക ഇറാനാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എന്റെയൊക്കെ പ്രായമുള്ള ചിന്തിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ബാല്യപ്രായത്തില് ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന ആളിനെ കുറിച്ച്, അതായത് പണ്ട് ഗൾഫിൽ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ പേർഷ്യയിൽ പോയെന്നാ പറയുന്നത്. പേർഷ്യയിൽ പോയി ജോലിക്ക്, പേർഷ്യയിൽ പോയി. ഞാൻ എന്റെ ബാല്യകാലം അനേക വർഷം ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് ഒത്തിരി കൂട്ടുകാർ, ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ പലരും ഇറാനിൽ, പേർഷ്യയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവര് പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. നമ്മൾ ഓർക്കണം, ഗൾഫ് പ്രദേശത്ത് ആദ്യം ഓയിൽ കണ്ടുപിടിച്ചത് പേർഷ്യയിലാണ്, ഇറാനിലാണ്. ഈ പേർഷ്യ എന്ന് പറയുന്നത് അറബ്സ് അല്ല, അവർ അറബികളല്ല, അവര് പാർസികളാണ്. പാർസികൾ
ഈ പേർഷ്യൻസ് എന്ന് പറയുന്നത് വേറെ ഒരു വർഗമാണ്. നമ്മള് പ്രത്യേകതയോടെ ഓർക്കുക, അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് റസ ഷാ. മുഹമ്മദ് റസ ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് കൊടുത്തിരുന്ന രാജ്യത്തിന്റെ പേര് ഇംപീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ. അതായത് രാജഭരണം നടക്കുന്ന ഇറാൻ, ഇംപീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ, മുഹമ്മദ് റസ ഷാ. ഈ മുഹമ്മദ് റസ ഷാ ഭരിക്കുമ്പോൾ ഇസ്രയേലിനോട് ഏറ്റവും അടുത്ത് നിന്നൊരു രാജ്യമാണ് ഇറാൻ. പാശ്ചാത്യ രാജ്യങ്ങളോടും അമേരിക്കയോടും ഏറ്റവും അടുത്ത് നിന്നൊരു രാജ്യമായിരുന്നു ഇറാൻ. എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ടായി. 1979 ഫെബ്രുവരി മാസം 11 ഇറാനിൽ നടന്നൊരു വലിയ വിപ്ലവം. ആ വിപ്ലവം മതവിപ്ലവമാണ്, മാർക്സിസ്റ്റ് ഇസ്ലാമിക് റവല്യൂഷൻ. അവിടെ മാർക്സിസവും ഇസ്ലാമും കൂടെ ചേർന്ന് ഒരു വലിയ വിപ്ലവം ഉണ്ടായപ്പോൾ മുഹമ്മദ് റസ ഷാ നാടുകടത്തപ്പെട്ടു. ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ടിരുന്ന ഒരാളുണ്ട്, ആ ഖൊമീനി, അയത്തുള്ള ഖൊമീനി. പാരീസിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഈ 1979 ഫെബ്രുവരി മാസം 11 അദ്ദേഹം വിമാനം കയറി ഇറാനിൽ വന്നിറങ്ങുമ്പോൾ വന്ന മാറ്റം കണ്ടോ? അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇസ്രയേലിനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും വളരെ അടുത്ത് നിന്ന് മുഹമ്മദ് റസ ഷാ നാടുകടത്തപ്പെട്ട ശേഷം അവിടെ ഭരണം ഏറ്റെടുത്തത് അയത്തുള്ള ഖൊമേനി. മത തീവ്രവാദികളുടെ ഭരണമായി ഇറാനിൽ. അതിനുശേഷമുള്ളത് നിങ്ങൾക്കറിയാം, അവര് വലിയ ഇസ്രയേൽ വിരുദ്ധരായി മാറി. ഞാന് വായിച്ചു, ഞാൻ മനസ്സിലാക്കി, വാർത്തകൾ ശ്രദ്ധിച്ചു. അതായത് ഇവരെ ഭരിക്കുന്ന ഈ ഖൊമേനിയുടെ ഗോള് അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന്, രഹസ്യ ലക്ഷ്യം പുറത്തു വന്നു. എന്താണെന്നറിയാമോ? The destruction of Zionist regime. നമ്മളൊന്ന് ആലോചിച്ച്, ഈ ഖൊമേനിമാരുടെ ലക്ഷ്യം ഇസ്രയേലിനെ തുടച്ചു കളയണം. ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യം ഭൂമിയിൽ വേണ്ട. അതിനു വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, എണ്ണയുടെ പണമുള്ള ഇറാൻ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്നവരെ ആയുധങ്ങൾ കൊടുത്തും തീവ്രവാദ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചും മുഴുവൻ തീവ്രവാദികളെ ആയുധങ്ങൾ കൊണ്ട് നിറച്ചത്. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്നു ലെബനോൻ. നിങ്ങൾക്കറിയാം, ലെബനോൻ അവിടെ ഭരിക്കുന്നവർക്ക് അധികാരമില്ല. ആരവിടെ ഭരിക്കുന്നത്? ഹെസ്ബുള്ള എന്ന് പറയുന്ന ഈ ഇറാന്റെ പ്രോക്സികൾ അല്ലെങ്കിൽ ഇറാന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന തീവ്രവാദികൾ. നിങ്ങൾക്കറിയാമോ, അവര് ഏതാണ്ട് 2 ലക്ഷം, ഒന്നും രണ്ടുമല്ല, 2 ലക്ഷം മിസൈലുകൾ ലെബനോനിൽ നിന്ന് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ തിരിച്ചു വച്ചിരിക്കുകയായിരുന്നു. തീർന്നില്ലേ? അവരെ ആരാണ് ആയുധങ്ങൾ കൊടുത്ത് ഈ വിധത്തിൽ ഒരുക്കിയത്? ഇറാനാണ്. ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്നു ഗാസ എന്ന് പറയുന്ന സ്ഥലം. ഗാസ ഇസ്രയേൽ എന്തിനാ വിട്ടുകൊടുത്തത്? ഇസ്രയേലിന്റെ കൈകളിലായിരുന്നു ഗാസ. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്തു. അന്ന് പിടിച്ചെടുത്ത ശേഷം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, 2 രാഷ്ട്രങ്ങളുടെ ഉണ്ടാക്കി പരിഹാരമുണ്ടാക്കണം. ഓസ്ലോ കരാറ്. ആ കരാറിന്റെ നിർബന്ധം മൂലം ഇസ്രയേല് ഞങ്ങൾ മാറാം. അവിടെയുള്ള യഹൂദന്മാർ, ഏതാണ്ട് 6000 യഹൂദന്മാരുടെ സെറ്റിൽമെന്റ് അവിടെ നിന്ന് മാറ്റി, ഗാസയിൽ നിന്ന് മാറ്റിയിട്ട് ആ പ്രദേശം അവർക്ക് ഭരിക്കാൻ കൊടുത്തു, PLOയ്ക്ക് കൊടുത്തു. എന്തുപറ്റി? 2005 ഇലക്ഷൻ PLO നഷ്ടപ്പെട്ടിട്ട് തീവ്രവാദികളായ ഹമാസ് അവിടെ ഭരണം ഏറ്റെടുത്തു. ആരാണ് ഈ ഹമാസ്? ഈ ഹമാസ് എന്ന് പറയുന്നത് വീണ്ടും ഇറാന്റെ പ്രോക്സീസ് ആണ്. അല്ലെങ്കിൽ ഇറാൻ പണം കൊടുത്ത്, ഇറാൻ അവരെ പഠിപ്പിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ ഒരുക്കിയെടുത്ത ഒരു കൂട്ടം തീവ്രവാദികളാണ് ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്ന ഹമാസ്. അവിടെ കൊണ്ട് തീർന്നില്ലേ? ഇറാഖിൽ വേറെ ഒരു കൂട്ടം തീവ്രവാദികൾ, ഇറാനിൽ തീവ്രവാദികൾ. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ഇസ്രയേൽ ഇന്ന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ബോംബ് ചെയ്ത് തീർക്കുന്നത് എന്തിനാണ്?
അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കണം, അത്രയേ ഉള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ജീവിക്കണം. കാരണം അവരുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ഇറാൻ ആയുധങ്ങൾ കൊണ്ട് നിറച്ച് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ഖൊമേനിയുടെ രഹസ്യ അജണ്ട എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് സയോണിസ്റ്റ് റീജിയൻ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ വേണ്ട. ഇസ്രായേല് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ലോകം അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഇവിടം കൊണ്ട് തീരില്ല. നിങ്ങൾ കണ്ടോ ഇപ്പൊ സിറിയയിൽ നടക്കുന്നത്? സിറിയയിലെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഭയങ്കര ക്രൂരമായ ഭരണം നടത്തിയവരാണ്. സാദത്തിന്റെ ഭരണകൂടം അവരവിടുന്ന് നാടുകടത്തപ്പെട്ടു. പക്ഷെങ്കിൽ ഇപ്പോഴവിടെ ആരാണ്? ISIS വീണ്ടും തീവ്രവാദികളുടെ കരങ്ങളിൽ സിറിയ അമരുകയാണ്. നിങ്ങൾ ഓർക്കുന്നോ? ഹെസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ തുടച്ചു കളയാമെന്ന് സാധ്യമല്ലേ? അവരെയൊക്കെ കുറെ നാളത്തേക്ക് ഒതുക്കി നിർത്താം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവസാന യുദ്ധത്തിൽ ഇറാൻ വീണ്ടും യുദ്ധത്തിന് കടന്നു വരും. എന്നാൽ ഞങ്ങളുടെ കേൾവിക്കാരോട് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഇറാൻ ഈ വിധത്തിൽ വ്യത്യാസമുണ്ടായി, ഇറാൻ ഈ വിധത്തിൽ ഈ ഇസ്രായേലിന് വിരോധമായി മാറിയത് എന്നാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, 1979 നിങ്ങളും ഞാനും ജീവിക്കുന്ന ദിവസങ്ങളിലാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിലാണ് ഈ പ്രവചനം എന്ന് പറഞ്ഞതാണ്. ദൈവം എന്നാണ് ഇത് രേഖപ്പെടുത്തി വെച്ചത്? 2600 വർഷം മുമ്പ് എഴുതി വെച്ചതാണ്. ആ പ്രവചനം നിവർത്തിക്കുവാൻ ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ഇന്ന് കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതും ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും. എവിടെയാണെന്ന് ദൈവം പറഞ്ഞു? നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, റഷ്യയോടുകൂടെ കൂട്ടുകൂടിയിരിക്കുന്ന തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ ദൈവം രേഖപ്പെടുത്തി അനേക നാളുകൾ കഴിയുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കും. പക്ഷെ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞു നോക്കിയേ, ഏറിയ നാൾ കഴിയണം, ഒടുക്കത്തെ നാളിൽ ഇൻ ദ ലേറ്റർ ഡേയ്സ്. ഓ, എന്തോ ഒരു പ്രയോഗം, എന്തൊരു വചനം! ഞങ്ങളെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇതെന്തൊരു അത്ഭുതമാണ്! ഒടുക്കം ദൈവം പറഞ്ഞു നോക്കിയേ, പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടൊരു ജനം നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ അവർ ഒന്ന് പാർക്കുമ്പോൾ AD 70 തൊട്ട് ഈ വചനത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളില്ല, കൃഷിയില്ല, മഴയില്ല, ശൂന്യത മാത്രം. 1500 1700 ആണ്ടുകളിൽ ഇസ്രായേൽ സന്ദർശിച്ചവർ എഴുതി വെച്ചത് ഞാൻ വായിച്ചു. ഡെസൊലേഷൻ, ഡെസൊലേഷൻ, പെർപെച്വൽ ഡെസൊലേഷൻ. ശൂന്യത, ശൂന്യത, നിത്യ ശൂന്യത. ഒന്നുമില്ല, മരങ്ങളില്ല, ഇലകളില്ല, കൃഷിയില്ല, മനുഷ്യനില്ല, വെള്ളമില്ല, മഴയില്ല, ജനങ്ങളില്ല. ദൈവം ഒരു വാക്കിൽ പറയുകയാണ്, നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതം. പക്ഷെ ഇപ്പോഴോ, ഒടുക്കത്തെ നാള്, കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ, യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പ് ദൈവം പറഞ്ഞു, അവര് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഇസ്രായേൽ പർവ്വതങ്ങളിൽ പാർക്കും. അയ്യോ, ഞാൻ എന്റെ 2 കരങ്ങൾ ഉയർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നിങ്ങളൊന്ന് കേട്ടേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പല ജാതികളിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്ന ജനങ്ങൾ 130 രാജ്യത്തുനിന്ന് വന്നവരാണ്. വണ്ടർഫുൾ! ഇതൊരു അത്ഭുതമല്ലേ? ഇന്ന് ഇസ്രായേൽ പർവ്വതങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർ 130 രാജ്യത്തുനിന്ന് വന്നവരാണ്. ദൈവം രേഖപ്പെടുത്തി പല ജാതികളിൽ നിന്ന് അവരെ ശേഖരിച്ച് ഈ നിരന്തര ശൂന്യമായി കിടന്ന പർവ്വതത്തിൽ കൊണ്ടുവരും.
എന്ന് കൊണ്ടുവരും? ഒടുക്കം കൊണ്ടുവരും. ഇൻ ദ ലേറ്റർ ഡേയ്സ്. ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് കാലത്തിന്റെ അന്ത്യത്തിലാണോ? ആണോ പ്രിയപ്പെട്ടവരെ? ഈ വചനങ്ങൾ അന്ത്യകാലത്തിൽ നടക്കേണ്ടതാണ്. ദൈവപുത്രൻ വന്ന് സ്വർഗത്തിൽ നിന്നവൻ ഇറങ്ങി വന്ന് മധ്യാകാശത്തിൽ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ നമ്മെ ഇവിടെ നിന്ന് മാറ്റും. അതിന്റെ ശേഷം നടക്കുന്ന യുദ്ധമാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിന്ന് നടക്കാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, ഞാൻ നിങ്ങളും വന്നെത്തിയ ദിവസങ്ങൾ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിവേകം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടെ ഞാൻ എടുത്തിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം പറയാം. എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളും റഷ്യയോടുകൂടെ ഇസ്രയേലിനെ ആക്രമിക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, 1948 13 മാസം നീണ്ടു നിന്ന യുദ്ധം അറബി രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചു. 56 യുദ്ധം, 67 യുദ്ധം, 73 യുദ്ധം, 82 യുദ്ധം, 5 പ്രത്യക്ഷ യുദ്ധങ്ങൾ ഇസ്രയേൽ നടത്തി. അറബി രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനോട് പോരാടി. ഇന്ന് നിങ്ങൾ കണ്ടോ? ഇന്ന് നിങ്ങൾ കണ്ടോ? ഞങ്ങളെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇസ്രയേൽ ഇറാനിലും മറ്റും ബോംബ് ചെയ്യുമ്പോൾ സൗദി അറേബ്യയോ UAE-യോ കുവൈറ്റോ ബഹ്റിനോ ഖത്തറോ ഒന്നും അനങ്ങുന്നില്ല. എന്താ കാരണം? എന്താണ് ആ രാജ്യങ്ങൾ അനങ്ങാത്തത്? അവരനങ്ങാൻ ഒക്കില്ല എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഈ ബൈബിള് പറയുന്നു. ഇസ്ലാം രാജ്യം രണ്ടായി തീരും. നമ്മൾ കണ്ടു തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യയോട് കൂടെ. എന്നാൽ അടുത്തായിട്ട് ഞാൻ പറയട്ടെ, മിതവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ സുന്നി മുസ്ലിങ്ങൾ, അവരാരുടെ കൂടാണ്? അവർ അമേരിക്കയുടെയും ബ്രിട്ടീഷുകാരുടെയും കൂടെ ആയിരിക്കും. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? ഈ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യം, ശെബയും ദദനും തർശീശ് വർത്തകന്മാരും അതിന്റെ സകല ബാലസിംഹങ്ങളും നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യാൻ വന്നതാണോ എന്ന് പറഞ്ഞാൽ ഈ റഷ്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുന്നു ശെബയും ദദനും. ആരാണിത്? ആരാണിത്? വേദപുസ്തകം മറുപടി തരും. ഞാനത് മറുപടിക്ക് വേണ്ടി ബൈബിളിലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25 എടുത്താട്ടെ. ഞങ്ങളുടെ കേൾവിക്കാരോട് ബൈബിള് കൊണ്ട് തന്നെ തെളിയിച്ചു തരാൻ പോവുകയാണ്. ശെബയും ദദനും തർശീശ് വർത്തകന്മാരും അതിന്റെ സകല ബാലസിംഹങ്ങളുമാണ് ഈ റഷ്യയുടെ കൂടെയുള്ള തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. അബ്രഹാം ജീവനോട് ഇരിക്കുകയാണ്. അബ്രഹാം വീതം വെക്കുകയാണ്. അബ്രഹാം വീതം വെക്കുമ്പോൾ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന്റെ മക്കളാണ് യഹൂദന്മാർ. അവർക്ക് കൊടുത്ത സ്ഥലം നമുക്കറിയാം, വാഗ്ദത്ത ഭൂമിയാണ്. ഇന്ന് കാണുന്ന ഇസ്രായേലിന്റെ ഭൂമിയാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ഹാക്കിന് തന്റെ മക്കൾക്ക് അത് കൊടുത്ത ശേഷം അബ്രഹാമിന് പിന്നെയും മക്കളുണ്ടായിരുന്നു. നമ്മളിവിടെ വായിക്കുന്നു 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യൊക്താൻ, അങ്ങനെ 6 ആൺമക്കളെ പ്രസവിച്ചു. അബ്രഹാമിന് കെത്തൂറയിൽ 6 ആൺമക്കൾ. അതിൽ 2ാമത്തെ മകന്റെ പേരാണ് യൊക്താൻ. 3-ാം വാക്യം നോക്കിയാട്ടെ. യൊക്താൻ ശേബയും ദദനെയും ജനിപ്പിച്ചു. അപ്പോൾ അബ്രഹാമിന് കെത്തൂറയിൽ ഉണ്ടായ കൊച്ചുമക്കളാണ് ആര്? ശേബയും ദദനും. ഇനി നമുക്ക് നോക്കാം അവർക്ക് അബ്രഹാം എവിടെ സ്ഥലം കൊടുത്തത്. 6-ാം വാക്യം നോക്കിയേ. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തിലേക്ക് അയച്ചു. 5-ാം വാക്യം.
അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസാക്കിന് കൊടുത്തു. അബ്രഹാം തന്റെ ഭൂമി, താൻ പാർക്കുന്ന ബർശേബ, ഇസ്രായേലിന്റെ ഭൂമിയൊക്കെ ഇസാക്കിന് കൊടുത്തിട്ട് താഴെ വായിക്കുന്നു, തന്റെ വെപ്പാട്ടികളുടെ മക്കൾ. ആരാണിത്? വെപ്പാട്ടികൾ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ഹാഗറിന്റെ മകൻ. ആരാണ് ഹാഗറിന്റെ മകൻ? നമ്മളിവിടെ വായിക്കുന്നു ഇസ്മായിൽ. ഇസ്മായിലിന് 12 മക്കളുണ്ട്. അതിന്റെ 14 വാക്യത്തിലുണ്ട് 12 മക്കളുണ്ട്. കെതൂറയിൽ 6 മക്കളുണ്ട്, അവരുടെ കൊച്ചുമക്കളുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? താൻ ജീവനോടിരിക്കുമ്പോൾ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് അയച്ചു. നിങ്ങളൊരു ഭൂപടം എടുത്തു വെച്ച് വീട്ടിൽ പോയി നോക്കണം. ബൈബിളിന്റെ പുറകിലുള്ള പടം എടുത്ത് നോക്കിയാലും മതി. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന രാജ്യം ഏതാണ്? ആ സ്ഥലം? അതാണ് അറേബ്യൻ പെനിൻസുല, അറേബ്യൻ മരുഭൂമി. അങ്ങോട്ട് ഇവരെ അയച്ചു. എന്തിനാ അങ്ങോട്ട് അയച്ചെന്ന് ഞാനിപ്പോൾ എടുക്കുന്നില്ലേ, അത് വേറെ ഒരു പഠനത്തിലേക്ക് പോകും. അവിടെ അബ്രഹാമിന്റെ കസിൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി. യൊക്താൻ എന്നൊക്കെ പറയുന്നവർ അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവര് കിഴക്കോട്ട് പോയി, അറേബ്യൻ മരുഭൂമിയിൽ പോയി. ആരെ? ശേബയും ദദാനും. ഇന്നവിടെ ആരാ പാർക്കുന്നത്? അവരുടെ മക്കളാണ് ഈ അറേബ്യൻ പെനിൻസുലയിൽ പാർക്കുന്ന സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, ഒമാൻ, യമൻ മുതലായ രാജ്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അറേബ്യൻ മരുഭൂമിയുടെ താഴോട്ട് യമന്റെ പ്രദേശം വരെ അവർ മാറി. അവരാണ് ശേബയും ദദാന്റെയും മക്കൾ. അവരാണ് ആധുനിക സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, ഒമാൻ മുതലായ രാജ്യങ്ങൾ. അവരാരോടാണ് പറ്റി നിൽക്കുന്നത്? തർശീശ് വർത്തകന്മാരോട്. ആരാണ് തർശീശ് വർത്തകന്മാർ? ഞാൻ പറഞ്ഞു പോകാം. അവർ കച്ചവടക്കാരായിരുന്നു, ദ്വീപുകളിൽ പാർത്തവരാണ്. നിങ്ങൾ ഉൽപ്പത്തി 10-ലും എസെക്കിയേൽ 27-ലും എടുത്താൽ തർശീശ് വർത്തകന്മാർ വ്യാപാരം ചെയ്തത് ഇരുമ്പ്, ഈയം മുതലായ സാധനങ്ങളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ടിന്നും മറ്റും കച്ചവടം ചെയ്യുന്നവരാണ്. ബ്രിട്ടൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? ബാരിത്താനിയ, ടിൻ മെർച്ചൻസ് എന്നാണ്. അവരുടെ ബാലസിംഹങ്ങളും. ആരാ ഈ ബാലസിംഹങ്ങൾ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു ജനമുണ്ടായിരുന്നോ? ഇല്ല. അവിടെ പാർത്തത് റെഡ് ഇന്ത്യൻസ് ആണ്. 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ഈ ബ്രിട്ടീഷുകാർ അവിടെ കുടിയേറി. അവരുടെ സന്തതികളാണ് ഇന്ന് അമേരിക്കയിൽ കാണുന്നവര്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ തന്നെ കാനഡ, ഇതൊക്കെ ഈ തർശീശ് വർത്തകന്മാരുടെ, ബ്രിട്ടന്റെ മക്കളാണ്, കൊച്ചുമക്കളാണ്. വചനം നോയിക്കേ. തർശീശ് വർത്തകന്മാരും അതിന്റെ ബാലസിംഹങ്ങളും. പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ സൗദി അറേബ്യയും ബഹ്റിനും ഖത്തറും ഒമാനും ഒക്കെ റഷ്യയോടാണോ അമേരിക്കയോടും ബ്രിട്ടനോടുമാണോ ചേർന്ന് നിൽക്കുന്നത്? ആരോടാ ചേർന്ന് നിൽക്കുന്നത്? അമേരിക്കയോടും ബ്രിട്ടനോടുമാണ്. എന്താ കാരണം? അവിടെയുള്ള എണ്ണക്കിണറുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരും അമേരിക്കൻസുമാണ്. സദാം ഹുസൈൻ കുവൈറ്റിൽ കയറിയപ്പോൾ സദാം ഹുസൈനെ ആരാണ് ഓടിച്ചത്? അമേരിക്കയും ബ്രിട്ടീഷുകാരുമാണ്. ഇതൊരു അത്ഭുതമല്ലേ? 5 യുദ്ധങ്ങളിൽ ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനോട് പോരാടിയെങ്കിൽ അന്ത്യകാലത്ത്, കാലം അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ, തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യയോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ, അമേരിക്കയും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഇന്ന് കാണുന്ന മധ്യപൂർവ്വദേശത്തിലെ സുന്നി രാജ്യങ്ങൾ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നത് ബൈബിളിൽ പറയുന്നു. എന്നെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമാണ്. കാരണം ആർക്ക് പറയാൻ കഴിയും ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന് അല്ലാതെ ഒരു മനുഷ്യനും ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണെന്നുള്ളത് ഓർക്കുക. നിങ്ങൾക്കറിയാം, 2020
ഓഗസ്റ്റ് മാസം മധ്യപ്രദേശത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായ ശേഷം UAE-യിൽ നിന്നൊക്കെ എനിക്ക് ഫോൺ കോൾ വന്നു. എന്നോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ബ്രദറെ കണ്ടോ ഈ വാർത്തകൾ, ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാമോ? ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് ക്ലാസ് എടുത്തു. എന്താ കാര്യം? 2020 ഓഗസ്റ്റ് മാസത്തിൽ അബ്രഹാം അക്കോർഡ്, ഈ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, ബഹ്റിനും UAE ഒക്കെ നയതന്ത്രമെല്ലാം ഇല്ലാതെ കിടന്ന ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിന് ഒപ്പുവെച്ചിട്ട് അവരോട് വളരെ സ്നേഹത്തിലാകുന്നു. അടുത്ത വർഷം, ഒറ്റ വർഷത്തിനുള്ളിൽ ഇസ്രയേൽ പൗരന്മാർക്ക് UAE-യിൽ 5000 യഹൂദന് റെസിഡൻസ് പെർമിറ്റ് കൊടുത്തു താമസിക്കാൻ. വേറെ ഒരുപാട് യഹൂദന്മാർ വിസിറ്റിംഗ് വിസയിൽ വരുന്നു. ഞാൻ പറയുന്നില്ലേ പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിന്റെ എംബസി ഇവിടെ തുറന്നു. ഇവിടെയുള്ള രാജ്യത്തിന്റെ എംബസികൾ ഇസ്രയേലിൽ തുടങ്ങി. ഈ രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് അടുത്ത് കഴിഞ്ഞു. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ പോലും ഈ രാജ്യങ്ങൾ ഏർപ്പെടാതെ ഇസ്രയേലിന് വേണ്ടി മൗനമായി നിൽക്കുകയാണ്. ഞാനൊരു ചോദ്യം പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൃത്യത സത്യമായി നടക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഓർപ്പിച്ച പോലെ 2600 വർഷം മുമ്പ് പ്രവാചകരുടെ രേഖപ്പെടുത്തിയത് എൻ്റെ നിങ്ങളുടെ കൺമുമ്പിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കാര്യം നമുക്കറിയാം, കാലം അതിൻ്റെ അവസാനത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞു, അവസാന നാളുകളിൽ ഇൻ ദ ലേറ്റർ ഡേയ്സ് യഹൂദനെ മടക്കിക്കൊണ്ടുവരും, അവനെ പല രാജ്യത്തുനിന്ന് കൊണ്ടുവരും. നമ്മൾ കണ്ടു 130 രാജ്യത്ത് നിന്ന് ദൈവത്തിന്റെ നീട്ടിയ ഭുജം കൊണ്ട് കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരും യഹൂദനുണ്ടായിരുന്നു. എവിടെയാണ്? ഞാൻ മാളയിൽ യഹൂദന്റെ ശവകുടീരത്തിന്റെ അടുക്കൽ നിന്ന് പ്രസംഗിച്ചു. മാളയിൽ ഞാൻ ആ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു. ഞാൻ ആ പ്രദേശത്തൂടെയൊക്കെ നടന്നു. അവിടെ തെരുവിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ മാളയിലെ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ദേശത്തിന്റെ പേര് മാള എന്നാണ്, ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മായില്ലാഹ, യഹൂദനിട്ട പേരാണ് അഭയസ്ഥാനം. യഹൂദനെ ഉപദ്രവിക്കാതിരുന്ന ഒരു സ്ഥലമാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ. അവനിട്ട പേരാണ് അഭയസ്ഥാനം. മായില്ലാഹ ലോപിച്ച് മാളയെന്നായി മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലെ പോയി ചേന്നമംഗലത്തൊക്കെ പോയപ്പോൾ യഹൂദന്റെ വീടുകളുണ്ട്, പൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിൽ 10 യഹൂദനിൽ കൂടുതലില്ല. എല്ലാവരും മടങ്ങിപ്പോയി. ദൈവവചനത്തിൽ പറഞ്ഞ പോലെ നിന്നെ ജാതികളിൽ നിന്ന് ഞാൻ വരുത്തും. ഇസ്രയേൽ 130 രാജ്യത്ത് നിന്ന് ആളുകൾ വന്ന് ആ രാജ്യമുണ്ടാക്കി. അവരുടെ ചുറ്റും കിടക്കുന്ന ശത്രുക്കൾ ഇസ്ലാമിക് രാജ്യങ്ങൾ നാം കണ്ടതുപോലെ 2ആയി വേർതിരിഞ്ഞ് കഴിഞ്ഞു. എന്താ ഇത് കാണിക്കുന്നത്? വളരെ വ്യക്തമായി ഇത് കാണിക്കുന്നു. ഞാനും നിങ്ങളും ദൈവവചനത്തിൽ പറഞ്ഞ പോലെ കാലത്തിന്റെ അവസാന ദിവസങ്ങളിലാണ്. നിങ്ങൾ ഓർക്കണം, നീതിപ്രസംഗിയായ നോഹ 120 വർഷം പ്രസംഗിച്ചു. ജലപ്രളയം വരുമെന്ന് പറഞ്ഞു. ആളുകളൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ ചിരിച്ചു. ഈ കളവന് മാനസിക പ്രശ്നമുണ്ടെന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷെ നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 120 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ജലപ്രളയം വന്നു. അന്ന് ആളുകൾക്ക് മനസ്സിലായി നോഹ പറഞ്ഞത് ഏതാണ്ട് സത്യമാണ്. അവരോടി ആ പെട്ടകത്തിന്റെ വാതിൽ ചെന്ന് മുട്ടി. പക്ഷെ ആ വാതിൽ അടച്ചത് ദൈവമാണ്. പിന്നെ അത് തുറന്നു കൊടുത്തില്ല. ദൈവപുത്രൻ നമ്മോട് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുന്ന ദിവസം നോഹയുടെ കാലം പോലെയാകും, ലോത്തിന്റെ കാലം പോലെയാകും. നോഹ പെട്ടകത്തിൽ കയറി, ജലപ്രളയം വന്നു, അവരെ മുടിച്ചു കളഞ്ഞു. അതുവരെ അവർ അറിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ എന്താ തടസ്സം? ഇനി എന്താണ് തടസ്സം? നോഹ പെട്ടകത്തിൽ കയറുന്നത് വരെ തടസ്സമായിരുന്ന പോലെ ഇവിടെ കുറെ പാവപ്പെട്ട ദൈവജനമുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്ത
കുറെ ദൈവദാസന്മാരും ദൈവമക്കളും ഈ ഭൂമിയിലുണ്ട്. അവരെ ഇവിടെ നിന്ന് മാറ്റാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായലേഖനം 9-ാം അധ്യായം. അവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ആ വാക്യം ഞാൻ ഓർത്തുകൊണ്ട് വരികയായിരുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നു 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്ത ഭാഗം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ആരുടെ രക്ഷയ്ക്കായി? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരാനിരിക്കുന്ന കോപത്തിൽ നമ്മളെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ വായിച്ചതുപോലെ ഒരു ന്യൂക്ലിയർ യുദ്ധം, ഭയാനകമായ യുദ്ധം, 3ാമത്തെ ലോകമഹായുദ്ധം, മനുഷ്യൻ കഥാവ് പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുമായ മഹാകഷ്ടമുണ്ടാകും. അന്ന് മനുഷ്യൻ മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. അത്ര ഭയാനകമായ ദിവസങ്ങളിൽ കർത്താവ് വാക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ വിടുവിക്കും. ഇവിടെ വായിക്കുന്നുണ്ടോ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് വരും. കർത്താവ് ഒന്ന് വന്നു, അതാണ് ക്രിസ്മസ്. എന്നാൽ അവൻ രണ്ടാമത് വരുന്നത് 2 ഉദ്ദേശമാണ്. ഒന്ന്, തന്റെ ജനത്തെ രക്ഷിപ്പാൻ അവൻ മധ്യാകാശത്തിൽ വന്ന് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ ഭൂമിയിൽ നിന്നും മാറ്റും. അതിന്റെ ശേഷമാണ് നമ്മൾ എസെക്കിയേലിൽ വായിച്ച ഈ യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നത്. അന്നാണ് മനുഷ്യൻ മരണം കൊതിക്കുന്നത്. അത് നടക്കുവാൻ സമയമായി. അത് നടക്കാൻ കാര്യങ്ങൾ ഇത്രത്തോളം ഒരുക്കപ്പെട്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ, നമ്മുടെ കർത്താവ് വരാൻ, നമ്മളെ ചേർപ്പാൻ, വരാനിരിക്കുന്ന കോപത്തിൽ നമ്മളെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വന്ന് നമ്മളെ ചേർപ്പാൻ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമത് വരാറായി. ഇത് ഒരു എമോഷണൽ, വികാരപരമായ ഒരു പ്രസംഗമല്ല. ദൈവജനത്തിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിരത്തിവെച്ച് ഞാൻ എനിക്ക് നൽകിയ സമയത്തിനുള്ളിൽ ഇത് പറയുകയായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ വന്നു. അവൻ എന്തിനാണ് വന്നത്? ഈ വായിച്ച വേദഭാഗത്തിന് മുമ്പ് വായിക്കുന്നു, സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വീണ്ടും നമ്മള് 28-ൽ വായിക്കുന്നു, അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പാപത്തെ ചുമപ്പാൻ, പാപത്തെ പരിഹാരമുണ്ടാക്കാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നടന്നു പോകുന്നത് സ്നാപയോഹന്നാൻ കണ്ടു. അവനിങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാനവരാശിയുടെ പാപം അവന്റെ മേൽ ദൈവം ചുമത്തി. യാതൊരു പാപവും ചെയ്യാത്തവൻ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, ഞാൻ ഈ നീതിമാന്റെ മേൽ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു. അവനെ ക്രൂശിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്താ കാരണം? എന്റെ പാപം, നിങ്ങളുടെ പാപം, പാപത്തിന്റെ ശമ്പളമായി മരണം. ദൈവപുത്രന്റെ മേൽ പാപങ്ങളെ ചുമത്തി കാൽവറി ക്രൂശിൽ അവൻ എന്റെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു. നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ യേശുവിനോട് പറയണം, കർത്താവേ, എന്റെ പാപത്തിനാണ് നീ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. നിങ്ങളുടെ വായി കൊണ്ട് എന്ന് പറയുന്നു, നിങ്ങളതെന്ന് വിശ്വസിക്കുന്നു, എന്നേറ്റു പറയുന്നു, നിങ്ങൾ അന്ന് ഒരു ദൈവവൈതലാകും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. യെസ്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും എബ്രായലേഖനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇഫ് യു നെഗ്ലക്ട് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, ദൈവം ഒരുക്കിയ ഇത്ര വലിയ രക്ഷ
വെറും നിസ്സാരമായി കരുതി ആ കാര്യം വെറുതെ തിരസ്കരിച്ച് കളയുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഭയാനകമായ നിത്യ നരകം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് രണ്ട് വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ. നരകം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല, സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയതാണ്. എന്തിനാണ് നരകം ഈ അഗ്നി തടാകമായി ദൈവപുത്രൻ സൃഷ്ടിച്ചത്? ഇത് സൃഷ്ടിച്ച ദൈവപുത്രനാണ്. കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നു, ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളും വാഴ്ചകളും എല്ലാം അവനുണ്ടാക്കി, അവൻ മുഖാന്തരം അവനായി ഉണ്ടാക്കി. എന്തിനാണ് ഇത്ര ഭീകരമായി നരകത്തെ ഉണ്ടാക്കിയത്? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നെബൂഖദ്നേസർ രാജാവ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവ്, ഒരിക്കലും ഒരു ബിംബം നാട്ടിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ അവനെ തീച്ചൂളയിൽ ഇടുമെന്ന് പറഞ്ഞു. 3 ബാലന്മാരെ സൈന്യം പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് നിർത്തിയ ബിംബത്തെ ഇവർ നമസ്കരിക്കുന്നില്ല. തീച്ചൂള കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജാവ് ബാലന്മാരെ തീച്ചൂളയിൽ ഇട്ടില്ല. രാജാവ് എന്താ പറഞ്ഞത്? തീച്ചൂള 7 ഇരട്ടിയായി ശക്തിപ്പെടുത്താൻ പറഞ്ഞു. ആ സൈന്യങ്ങൾ തീച്ചൂള 7 ഇരട്ടിയാക്കി മാറ്റി. എന്താ കാരണം? രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. രാജാവിന്റെ കോപം, രാജാവ് കോപിച്ചാൽ സ്വന്തം പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. ഇവിടെയുള്ളത് ആരുടെ കോപമാണ്? സർവശക്തനായ ദൈവത്തിന്റെ കോപം. എന്റെ പ്രിയപ്പെട്ടവരെ, ഓൾമൈറ്റി ഗോഡ്, ഈ വലിയവനായ ദൈവത്തിന്റെ കോപം, അവന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ഒരുക്കിയ പ്രതലമാണ് നരകം. നീ ദൈവം ഒരുക്കിയ രക്ഷ സ്വീകരിക്കാതെ പോയാൽ നിനക്ക് കാത്തിരിക്കുന്നത് ഈ നരകമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പോകുവീനെന്ന് പറഞ്ഞാൽ നിത്യാഗ്നിയിൽ എന്നും എന്നും അയ്യം വിളിക്കും. എന്റെ പ്രാർത്ഥന, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്റെ ഏക ആഗ്രഹം, ദൈവമേ, എങ്ങനെയെങ്കിലും കുറെ പേരെ കൂടെ ഇവിടെ നിന്ന് വലിച്ചിറക്കി മാറ്റണേ, കുറെ പേരെ കൂടെ രക്ഷിക്കണേ, ഈ സുവിശേഷം കുറെ പേരുടെ അടുക്കലൂടെ എത്തിക്കണേ. എനിക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, നരകം ഭയാനകമാണ്, ഭീകരമാണ്. ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്തുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞാൽ, അവനെ, നിങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ നിങ്ങൾ നിസാരമായി മലിനമെന്ന് കരുതിയാൽ എതിരാളിയെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ദൈവം ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ, തീരുമാനം നിങ്ങളുടെ പക്കലാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ രാത്രിയിൽ നിങ്ങൾ ഒരു വാക്കിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സഭ മാറ്റാനല്ല, നിങ്ങളെ വേറെ ഒരു സഭയിലാക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്കുള്ള ആഗ്രഹം, നിങ്ങൾ നിത്യനരകത്തിൽ പോകരുത്. ഇന്ന് രാത്രിയിൽ ദൈവപുത്രൻ വന്നാൽ, നിങ്ങൾ ഇന്നുവരെയും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നിത്യാഗ്നിയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനൊരു മാർഗമേ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ രാത്രിയിൽ ഈ ദൈവപുത്രനെ സ്വീകരിക്കുമ്പോൾ, കർത്താവേ, നീ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, എന്നെ രക്ഷിപ്പാനാണ്. ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അവൻ കടന്നു പോകില്ല. ഞാൻ 22 വയസ്സുള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അന്നെൻ്റെ ഹൃദയം ഞാൻ തുറന്നു കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകും. കണ്ടാൽ സകലവും പുതുതാകും. ഈ രാത്രിയിൽ ഈ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുക. ഇല്ല എങ്കിൽ ഭയാനകമായ നിത്യമായ ഒരു ശിക്ഷ. അത് സംഭവിക്കാതിരിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഞങ്ങളെ ഇത്രയും ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക് വളരെ വിനയമായി
കരങ്ങൾ കൂപ്പുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞു അല്പസമയം ഞാനിവിടെയുണ്ട്. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളിവിടെ കാത്തു നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ വഴി കാണിച്ചു തരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ മീറ്റിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയുള്ള സീസണാണ് എന്ന് ഞങ്ങൾ കരുതിയെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്കറിയാം വളരെ പ്രകൃതി പ്രതികൂലമായിരുന്നു. നമ്മുടെ സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷം നമുക്ക് ലഭിച്ചിട്ട്. കർത്താവ് കൃപ ചെയ്തു. പ്രിയ ദേവദാസൻ ജോൺ പി തോമസ് കടന്നു വരികയും ഈ ആത്മീക സമ്മേളനത്തിൽ നിരവധി ആത്മീക സത്യങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മോട് സംസാരിക്കുക ഉണ്ടായി. ഈ വചനം കേട്ടവരുടെ ജീവിതത്തിൽ അധികം ഫലകരമായി തീരുവാൻ, അതുപോലൊപ്പം തന്നെ കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി ദൈവഭവനത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാർ വളരെ അധ്വാനിച്ചിട്ടുണ്ട്. വെണ്ടിക്കുളം ബ്രദറൻ അസംബ്ലിയുടെ ചുമതലയിലാണ് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഈ മീറ്റിംഗ് നടത്തുവാനിടയായി വളരെ ചെറിയ ഒരു സഭയാണ്. ഫെയ്ത്ത് ഇന്ത്യക്ക് അടുത്താണ് കൂടി വരുന്നത്. ഹിന്ദി, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലുള്ള വിശ്വാസികളുണ്ട്. ഈ 3 ഭാഷയും ഞങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ധാരാളം ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ പ്രദേശങ്ങളിലുണ്ട്. അവരുടെ ഇടയിലും കർത്താവിൻ്റെ വചനം പറയുവാൻ ദൈവം ഈ നാളുകളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പല സഹോദരന്മാരും മാമലശ്ശേരിയിൽ നിന്ന് വജി ബാബു, അതേപോലെ തന്നെ PV ബെഞ്ചമിൻ പിറവം, UM സെബാസ്റ്റ്യൻ തൊടുപുഴ, ആൻ്റണി ഫിലിപ്പ് കട്ടപ്പന, അതുപോലെ OS ചന്ദ്രൻ സഹോദരൻ, ഇവരൊക്കെ ഈ പ്രവർത്തനത്തിൽ കടന്നു വന്ന് പല കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ ഇടയായി. KC രവി സഹോദരൻ ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗാനങ്ങൾ ആലപിച്ച സഹോദരന്മാർ റൂഫസ് സൈമൺ, കീബോർഡ് വായിച്ച പ്രിയ സൈമൺ, ജോയൽ, ഇവരൊക്കെ ഈ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുത്തു. ഇവിടെ കാഹളനാഥ മെലഡി എന്ന് നിങ്ങളൊരു ബോർഡ് കണ്ടു. ഇതൊരു കൊമേഴ്സ്യൽ ഗായക സംഘമല്ല. സഹോദരന്മാരുടെ സമർപ്പണമാണ്, അവരുടെ കൂട്ടായ്മയാണ്. ദൈവനാമത്തിന് വേണ്ടി കർത്താവിനെ പാടുന്ന, സമർപ്പിക്കപ്പെടുന്ന സഹോദരന്മാരുടെ, പ്രിയപ്പെട്ടവരുടെ ഒരു ഐക്യതയാൽ നടക്കപ്പെടുന്നതാണ്. ഈ ഗായക സംഘത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു.